രവിശങ്കേഴ്സ് ഫോം. കൊള്ളാം. ലോക്ക്ഡ് ആണല്ലോ. എന്ന് ലോക്ക്ഡ് ആയതാണാവോ? അപ്പുണ്ണിയാരേ, കുട്ടാ അമ്പട കള്ള. ആ ഡെന്നീസിന്റെ ഫാമിലി കയറി ചെന്നില്ലേ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെയൊക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. ആ കണ്ടത് ഡെന്നീസിന്റേത്, ഇത് കുട്ടന്റേത്. ഡെന്നീസിന്റെ കണ്ടു, ഉഗ്രൻ. ഇനി കുട്ടന്റെ കാണണം. കുട്ടന്റേതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അതൊക്കെ പോട്ടെ, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല? പരമസുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോലെടുക്കു കുട്ടാ, തുറക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ആ ഫോട്ടോസ് എന്റെ ഫാമിന്റേതല്ല, അത് ഡെന്നീസിന്റെ അല്ലേ, മാറിപ്പോയതല്ലേ. ഇതാണ് രവിശങ്കേഴ്സ് ഫാം. ആഗ്രോ ഫാം, ഗോഡ് ഫാം, ഓർക്കിഡ് ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, മിൽക്ക് പ്രോഡക്ട്സ്, കാറ്റിൽ ഫാം. അവർ നെക്സ്റ്റ് പ്രോജക്ട് ഷാങ്ക് ബറീസ് ചോക്ലേറ്റ്. മിക്കവാറും ഇത് വരുന്നതോടുകൂടി ബാക്കി ചോക്ലേറ്റ് കമ്പനികളൊക്കെ പോട്ട്. സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. തൊട്ടടുത്ത് നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് 4 വീശണം. ഓ, എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. ഞാൻ വയലുണ്ടാവും. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണീന്ന്. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. തന്നെ ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, നമ്മുടെ കുട്ടൻ ഇത്രയ്ക്കങ്ങോട്ട് പുരോഗമിച്ചോന്ന്. എടോ നായരെ, എന്റെ ഇവിടത്തെ ഈ സ്ഥിതി താൻ അമ്മയെ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. 14 അല്ല, എക്സ്ട്രാ ഒരു 10 പേര്. എന്താടോ താനി എണ്ണുന്നത്? അല്ല, 14 അല്ല, 24 അല്ല, 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ, വെക്കാനും വിളമ്പാനും വെളിക്കിറങ്ങാനും. ആഹാഹ, മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും കുഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വരുന്നു. ആര്? ചെറുമകന്റെ കൂടെ ഒഴിവുകാലം ചിലവഴിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടികളും, ചിലപ്പം അവരുടെ തന്തമാരും തള്ളമാരും എല്ലാവരും വരുന്നു. കുട്ടാ കുട്ടാ. അപ്പൊ CID പണി ഒപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. നീ കിണിക്കല്ലേ ചതിയ. ബദ്ദലഹേമിൽ താമസിക്കുന്ന യൂദാസെ, എടാ നന്ദി വേണോടാ നന്ദി. ആ 2 അക്ഷരത്തിന്റെ അർത്ഥം നിനക്ക് അറിയോ? ഇല്ല. ചേടാ, ഞാൻ എന്നാ ഏതെന്നാ ഇയാള് പറയുന്നത്? നിനക്ക് മാനേജ് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ആ പുണ്യനായർ ഒന്നും അറിയിക്കാതെ നാട്ടിലേക്ക് പാക്ക് ചെയ്യായിരുന്നില്ലേ? എടാ എടാ പൊട്ടൻ ചങ്കു, അതിന് അയാൾ എന്നോട് പറഞ്ഞോ അയാൾ ആരാന്ന്? ഓർമ്മയുണ്ടോ ഈ മുഖം? 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നിന്നതാ ഈ കൈകൾ കൊണ്ട് കോരിയെടുത്തപ്പോ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു എന്ന്. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകാൻ 2 വഴിയാ. ലെഫ്റ്റിലും പോവാം, റൈറ്റിലും പോവാം. ലെഫ്റ്റിൽ പോയ റോഡ് നല്ലതാ, എന്നിട്ട് ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടല്ലേടാ കണ്ടത്. ഏതോ ലോറിക്കാർ ഇടിച്ചിട്ടിട്ട് പോയ നിന്റെ ജീപ്പും നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നീയും. ഇങ്ങനെ ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡും തന്ന്. 3 കുപ്പി. എന്തോ? കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ 3 കുപ്പിയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം 1 കുപ്പി കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്കാണോ? ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 കുപ്പിയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ജീവൻ രക്ഷിച്ചവനിട്ട് തന്നെ പണിയണം. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. പുളുന്തൻ ചങ്കു, ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ? ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഹോ ദൈവമേ, നിനക്കന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺ വാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. ഇല്ല, ഞാൻ നിർത്തി. ഇനിയില്ല. യാത്ര പറയാൻ വന്നത് ഞാൻ. ഇനി ചിലപ്പോ കണ്ടില്ലെന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സാറ് സൂയിസൈഡ് പോവാണല്ലേ? എടാ മോനായി, ചവിട്ടി കേറ്റി തരും ഞാൻ. സൂയിസൈഡ് നിന്റെ അപ്പം ചെയ്യും. മോനെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. എടാ, മുത്തശ്ശനും മുത്തശ്ശിയും കസിൻ പിള്ളേരും എല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന്. അതാണോ കാര്യം? അവര് വരട്ടടാ, എല്ലാവരും വരട്ടെ. എന്നിട്ട് അവർക്ക് ഇവിടെ മതി വരും വരെ ഇവിടെ താമസിക്കട്ടെ. എടാ, അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? നീ ഭാഗ്യവാനാടാ.
നിനക്കെല്ലാരും ഉണ്ട്. അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്കിൾസ്, ആന്റീസ്, കസിൻസ്. ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. എടാ, എനിക്കാരുണ്ട്? ആ ഒറ്റ കാര്യത്തിലാടാ എനിക്ക് നിന്നോട് അസൂയ. നിന്നെ തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. അതിന്റെ സുഖം നിനക്കറിയില്ല ചങ്കു. എടാ, ഈ ഫാമും ഫാം ഹൗസും എന്റേതാണെന്ന വിശ്വാസത്തിൽ അവരൊക്കെ വരുന്നത്. ഞാനിവിടെ ഭയങ്കര സ്റ്റൈലില് ജീവിക്കുന്നു അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പിക്ചർ. ആ പിക്ചർ അതുപോലെ തന്നെ നിലനിർത്താം. ഞാൻ ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പാർട്ട്ണർ, നിന്റെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മാനേജർ. എന്താ? മാനേജരോ? മാനേജർ റോൾ എനിക്ക് വിട്ടുതന്നേരം സാറേ. ഡെന്നി സാറും രവി സാറും ഇതിന്റെ പാർട്ട്നേഴ്സ്. ആ ഡെന്നിസേ, റിസ്ക് അല്ലേടാ അത്. എന്തെങ്കിലും പൊളിഞ്ഞ നമ്മൾ പൊളിക്കില്ലടാ. പൊളിക്കും. നമ്മൾ ഉള്ള ദിവസം കൂടെ അടിച്ചു പൊളിക്കും. ആ യെസ്, കുറച്ച് ദിവസങ്ങൾ, അത്രയും കാലമെങ്കിലും ഇതൊരു വീടാവട്ടെ. ഇപ്പൊ ഇതെന്താ, ഒരു കാലിത്തൊഴുത്തിന്റെ അനക്സ്. ഈ ഭൂലോകത്ത് ആരും തേടി വരാനില്ലാത്ത ഡെന്നിസ് എന്ന അനാഥന്റെ കാലിത്തൊഴുത്ത് ഒരു വീടായി മാറുന്നു. അല്ല, കൊട്ടാരം. മോനായി, സാർ, ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കാറില്ലേ നമ്മൾ? ആ. അതുപോലെ ഒരുക്കണം ഇവിടെ മുഴുവൻ. ഒന്നും കുറഞ്ഞു പോകരുത്. ഓക്കേ? ഓക്കെ സാർ, ഏറ്റു. ആ ഓക്കേ. ഡെന്നിസേ, നീ എന്നെ രക്ഷിച്ചടാ. താങ്ക് യു. നോ ശങ്കു, താങ്ക്സ് നിനക്കാണ് പറയേണ്ടത്. എന്റെ പേരിൽ സർനെയിം എഴുതേണ്ടടുത്ത് ഞാൻ മനസ്സിൽ കോറിയിടാറുണ്ട് ഒരു വാക്ക്: ഓഫൻ. ഡെന്നിസ് ദി ഓഫൻ. അത് ഞാൻ മായ്ച്ചു കളയാൻ പോവാ. ഒരു ഒഴിവുകാലം മുഴുവൻ ഞാൻ സനാഥനാണ്. എനിക്കൊരുപാട് ബന്ധുക്കളുണ്ട്. പിന്നെ ചങ്കു, മറ്റൊന്നുകൂടി നമ്മൾ മറന്നു. പൂച്ച. പൂച്ചേ? ആ, പൂച്ചയെ ദൂതായി അയച്ചവൾ എവിടെയോ മറഞ്ഞിരുന്ന് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മുറപ്പെണ്ണ്. അവളും വരുന്നു. അതെ, അവൾക്കും സ്വാഗതം. ചുവന്ന പരവതാനി വിരിച്ച സ്വാഗതം. നീ ഒന്ന് പൊലിപ്പിച്ചേക്കണം. ഏറ്റവും മുത്തശ്ശ. How are you, my boy? ഫൈൻ മുത്തശ്ശ. മുത്തശ്ശൻ തനിച്ചോളടാ. തനിച്ചോ? ഏ? ദാ വരുന്നു നിന്റെ 11 കസിൻ സിസ്റ്റേഴ്സ്. ഹലോ. ഹലോ. ഹായ്. ഹലോ. ഹലോ. നമസ്കാരം. ഗേൾസ് സ്കൂൾ വിട്ട പോലെ ഉണ്ട്. മുത്തശ്ശി. എന്റെ രവി മോനെ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. എന്നാലും എന്റെ കുട്ടി, നിന്നെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോടാ. അതെ മുത്തശ്ശി, എനിക്ക് തിരക്കൊണ്ട് വരാൻ പറ്റാത്തതല്ലേ. എന്റെ ഒരു ഫുൾ ടൈം അറ്റൻഷൻ വേണം ഈ ഫാമില്. പൊന്ന സോറി, ബാഗ്, കൂലി. രവി, who is the gentleman? എന്റെ പാർട്ട്ണറാ. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലെ ഈ ഫാം നടത്തുന്നത്. കുട്ടികളൊന്നും മാറണേ. മാറി, മാറി. No, 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 no. Get up, get up. ആര് പറഞ്ഞ കാലിൽ വീഴാൻ? എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാലിൽ വീഴുന്നവനെ ഒരിക്കലും നമ്പരുതെന്നാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അല്ല, ഞാൻ മുത്തശ്ശനെ ഒന്ന് ബഹുമാനിക്കാൻ. അതിന് വേറെ വഴികളുണ്ടല്ലോ. അത് മുത്തശ്ശ, ഡെന്നിസിന് ആരുമില്ല റിലേറ്റീവ്സ് ആയിട്ട്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുത്തശ്ശനെ നേരിട്ട് കാണുന്നത്. അപ്പോ അതിന്റെ സന്തോഷം കൊണ്ട്. It's all right. അല്ല, റിലേറ്റീവ്സ് ആരും ഇല്ലെന്ന് പറഞ്ഞ. ഉണ്ട്, എനിക്ക് രവിയുണ്ട്. പിന്നെ ഇപ്പോ രവിയുടെ റിലേറ്റീവ്സ്. കഥകളെല്ലാം വിസ്തരിച്ച് അങ്ങ് വീട്ടിൽ ചെന്നിട്ടാവാം. Let's go. Okay, we'll go home. ഡെന്നിസെ, കുട്ടികളൊക്കെ നീ നിന്റെ വണ്ടിയില്. ട്രെയിനിൽ വെച്ച് മുത്തശ്ശൻ ഒരാളെ ഇടിച്ചു. ഇടുക്കിയേ? ഇടിക്കാതെ പിന്നെ എങ്ങനെ? സ്കൗണ്ടറൽ. പ്രായമായ പെൺകുട്ടികളെ കാണുമ്പോൾ ചിലവന്മാരുടെ ചില ചീപ്പ് ഷോ ഓഫ് ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. കൊടുത്തു മുഖം നോക്കി ഒരെണ്ണം.
ഒരാളെ കൂടെ വിളിക്കണം, ഒത്തിരി ലഗേജ് ഉണ്ട്. ഓ ഡെനിസെ നീ ഇതൊന്നും മാനേജ് ചെയ്തേക്കണേ. വിൽ ഗോ ഹോം ആ വരൂ. ലെറ്റ്സ് ഗോ. സാറേ ഇതൊന്ന് പിടിച്ചാ സാറേ. അതെ അതെ, ഇതും കൂടെ. ആ എടാ പാർട്ട്ണറെ, ഈ പെട്ടി നോക്കാൻ പാർട്ട്ണർഷിപ്പ് ഇല്ലല്ലേ?